11ൻ്റെ മാജിക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 ഡിജിറ്റാണുള്ളത്. 11 എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് നമ്പറാണ്. അതിൽ നിന്നും 1 സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ 1 ഡിജിറ്റായിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഈ 25 എന്ന് പറയുന്ന നമ്പറിന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ സീറോസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര ഡിജിറ്റാണോ ഉള്ളത് ആ ഡിജിറ്റിൽ നിന്നും 1 സബ്ട്രാക്റ്റ് ചെയ്ത് ആ ഒരു സീറോ 2 സൈഡും ഇട്ട് കൊടുക്കുക. ഇനി തമ്മിൽ ആഡ് ചെയ്യുക. 0 + 5 5, 5 + 2 7, 0 + 2 2. ഇനി ഇതാണ് നമ്മുടെ ആൻസർ 275. അപ്പോൾ ഇനി അതല്ലാതെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അടുത്ത 37 × 11. അടുത്ത 37 × 11 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 37 11 എന്ന് പറയുന്നത് 2 ഡിജിറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് 1 ഡിജിറ്റ് കുറയ്ക്കണം. അതായത് 37 എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ സീറോസ് ഇട്ട് കൊടുക്കുന്നു. 0 + 7 7, 7 + 3 10 ആണ്. 0 ബാലൻസ് 1. ഇനി 3 + 0 3 ആണ്. +1 4. 407 ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്കത് നോർമൽ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്ത് നോക്കാം. ഓക്കെ, 407 കിട്ടി. അടുത്തത് നമ്മൾ 537 × 11. 11 എന്ന് പറയുന്നത് അഗെയിൻ 2 ഡിജിറ്റ് തന്നെയാണ്. അപ്പോൾ 537 നമ്പർ ആയാലും പ്രശ്നമൊന്നുമില്ല. എത്ര ഡിജിറ്റുള്ള നമ്പർ ആയാലും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് ഇത്. അപ്പോൾ ഓരോ സീറോസ് നമ്മളിടുന്നു. 7 + 0 7, 7 + 3 10 ബാലൻസ് 1, 5 + 3 8, 8 + 1 9, 0 + 5 ദാറ്റ് ഈസ് 5, 5907. ഇതാണ് നമ്മുടെ ആൻസർ. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ വഴി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ എത്ര ഡിജിറ്റ് നമ്പർ ആയാലും 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു.